ന്യായാധിപൻ എങ്ങനെയാണ് നിരപരാധികൾക്ക് നീതി ഉറപ്പാക്കിയും ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാക്കിയും തന്റെ വിധികളെ എഴുതി വെക്കേണ്ടത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജസ്റ്റിസ് KT തോമസ്. കാലത്തിനും ബഹുദൂരം മുന്നേ സഞ്ചരിച്ച ന്യായാധിപൻ. വാദിയോ പ്രതിയോ പ്രോസിക്യൂഷനോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി വിധി പറഞ്ഞ കേസുകളിലൊന്നാണ് പീച്ചി ഉഷ വർക്കി കേസ്. ഭാഗ്യത്തിന് എല്ലാ കേസിലും പെണ്ണ് കേസിനെ ശിക്ഷിക്കുന്ന അങ്ങനെ ജഡ്ജിയുടെ പേര് പറഞ്ഞു. അയാളുടെ വഴിക്ക് പോയ പോക്കാണെന്ന് എല്ലാവരും എഴുതി തെളിയതാണ്. അത് ഒരു ക്രിസ്ത്യൻ ജഡ്ജിയാണ് പേര്. ഇപ്പം പെട്ടെന്ന് ഇപ്പം മറയുണ്ട് എനിക്ക്. അങ്ങേക്ക് പോയ പോക്കാണെന്ന് എല്ലാവരും ഡിക്ലെയർ ചെയ്തു. അതിന് പെണ്ണ് കേസെന്ന് പറഞ്ഞാൽ അയാളുടെ ശിക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നെ വെറുതെ വിട്ടു. ഡോക്ടർ അഗസ്റ്റിൻ ആന്റണിക്ക് 36 വർഷം മുമ്പ് നടന്ന കേസിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയത് ഒരു ജഡ്ജിയാണെന്ന് ഇന്നും സ്മരണയിലുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കോർത്തെടുക്കാൻ കഴിയാതെ പോയ ആ കണ്ണിയുടെ പേരാണ് ജസ്റ്റിസ് KT തോമസ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിയായിരുന്നപ്പോൾ ജീവിത മൂല്യങ്ങളും ബുദ്ധികൂർമ്മതയും അന്വേഷണാത്മക ത്വരയും നിറഞ്ഞ വ്യക്തിത്വം കാരണം സുപ്രധാന കേസുകളിൽ പോലും വേറിട്ട വഴികളിൽ നടന്നു ന്യായം പറഞ്ഞ ന്യായാധിപൻ. ഇപ്പോൾ വയസ്സ് 87 ആയിരിക്കുന്നു. കോട്ടയം കഞ്ഞിക്കുഴിയിലെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ 3.5 പതിറ്റാണ്ട് മുമ്പ് നടന്ന കേസിലേക്കുള്ള ഒരു പിന്നടത്തത്തിന് പലപ്പോഴും ഓർമ്മകൾ മറതീർത്തു. പക്ഷേ അത്രമേൽ ആഴത്തിൽ ആത്മാവിനെ നൊമ്പരപ്പെടുത്തിയ കേസുകളെല്ലാം അദ്ദേഹം തന്റെ ആത്മകഥയായ സോളമന്റെ തേനീച്ചകളിലേക്ക് ആവാഹിച്ചു വെച്ചിരുന്നു. ഒരു പ്രൊഫസറുടെ വിദ്യാസമ്പന്നയായ ഭാര്യയുടെ ആത്മഹത്യ എന്ന അധ്യായത്തിൽ അഗസ്റ്റിൻ ആന്റണിയെയും ഉഷ വർക്കിയെയും അടയാളപ്പെടുത്തിയിരിക്കുന്നു. കേസിൽ നിർണായക വഴിത്തിരിവായത് പ്രതിയായ പ്രൊഫസറുടെ സത്യസന്ധത നിറഞ്ഞ പെരുമാറ്റമാണെന്ന് വിവരിക്കുന്നുണ്ട്. പക്ഷേ അത് തെളിയിക്കാൻ പ്രതിക്കോ പ്രോസിക്യൂഷനോ സാധിക്കുന്നില്ല. വാദത്തിൽ അസംതൃപ്തനായ ജസ്റ്റിസ് KT തോമസ് അവസാന വാദം കഴിഞ്ഞ് വിധി എഴുതേണ്ട ദിവസം ആഗതമായപ്പോൾ കേസിന്റെ മുഴുവൻ രേഖകളും താമസ സ്ഥലത്തെത്തിക്കാൻ ആവശ്യപ്പെട്ടു മടങ്ങി. അതിൽ ഉഷയുടെ ഒരു ഡയറിയിൽ നിന്നാണ് ഒരു സൈക്യാട്രിസ്റ്റിന്റെ പദവി പരാമർശിക്കാതെ ഡോക്ടർ സുകുമാരനെ കണ്ടു എന്ന വാക്ക് കണ്ണിലുടക്കിയത്. നമുക്കും അതിനകത്തുള്ളൊരു തീവ്രമായ ഒരു ദാഹം വേണം. എങ്ങനെയെങ്കിലും ഒരു കേസ് വിധി പറഞ്ഞേച്ച് പോരണമെന്നുള്ളതല്ല. അന്വേഷണ ഉദ്യോഗസ്ഥരോ അഭിഭാഷകരോ കാണാതെ പോയ ആ വാക്കിൽ പിടിച്ചാണ് പിന്നീട് കേസിന്റെ അന്വേഷണ ഗതിയും വിധിയും മാറ്റിയെഴുതി ഡോക്ടർ അഗസ്റ്റിൻ ആന്റണിയെ എന്നേക്കുമായി വെറുതെ വിട്ടത്. മനുഷ്യരോഗത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കുറ്റവിമുക്തനാക്കിയത്. ആ ഒരു വാക്ക് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ആ വിധി മറ്റൊന്നാകുമായിരുന്നു എന്ന് അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അങ്ങനെ ഇത് മാത്രമല്ലെന്ന് എത്ര എണ്ണം അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാതെ എത്ര എണ്ണം പോയിട്ടുണ്ട് സാധിക്കാതെ. അതിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജസ് ഉണ്ട്. ആ കൂട്ടത്തിൽ പെടുന്നവരാണെങ്കിൽ അവർ തന്നെ കണ്ടുപിടിക്കണം. വക്കീലന്മാർ പറയണ്ട. ഇപ്പം ഈ ഡോക്ടർ സുകുമാരൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വക്കീൽ പറഞ്ഞതാണോ? സോളമന്റെ തേനീച്ചകളിലെ ഈ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എത്ര ഭാഗ്യവാനാണ് ആ പ്രൊഫസർ. ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ചുരുങ്ങിയത് 7 വർഷത്തെ ശിക്ഷയോ അദ്ദേഹത്തിന് ലഭിച്ചേക്കുമായിരുന്നു. അനേകം ഡയറികളിലൊന്നിൽ രേഖപ്പെടുത്തിയിരുന്ന 2 വാക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വിധി മറ്റൊന്നാകുമായിരുന്നു. യഥാർത്ഥ സത്യത്തിലേക്ക് നയിക്കാൻ ഒരുപക്ഷെ ഈശ്വരൻ പറഞ്ഞയച്ച ഒരു തേനീച്ചയായിരുന്നു ഡയറിയിലെ ആ വാക്കുകൾ. പെരിനാറ്റൽ സൈക്കോസിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നീതി ലഭിക്കാത്തതെന്ന ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ ഉത്തരവും കാഴ്ചപ്പാടുകളുമുണ്ട് ജസ്റ്റിസ് KT തോമസിന്. കൂടാതെ ഇത്തരം കേസുകളിൽ അമ്മമാരെ ശിക്ഷിക്കാനുള്ള യഥാർത്ഥ കാരണക്കാർ ആരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ അവർ കൊലപാതകം നടത്തുന്ന സമയത്ത് അവർ ചെയ്യുന്നത് കൊലപാതകമാണെന്നോ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ലാതെ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് പ്രയാസമുള്ള കാര്യം. അങ്ങനെ കണ്ടുപിടിച്ച പല കേസുകളുണ്ട്. അത് അങ്ങനെ ഞാൻ തന്നെ നടത്തിയ കേസുകളുണ്ട്. വക്കീലായിട്ട് ഞാൻ ജഡ്ജിയായിട്ടിരുന്നപ്പോൾ കണ്ടുപിടിച്ച കേസുകളുണ്ട്. സെക്ഷൻ 84 ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ
വ്യാപ്തി ഇപ്പോൾ വളരെ വിധികൾ കൊണ്ട് വളരെ വലുതായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുടെ കേസുകളൊക്കെ ഇതും കൂടെ നോക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ കഷ്ടമാണത്. കാരണം അവരറിയുന്നില്ല, അവരുടെ ബ്രെയിൻ ഈ കാര്യത്തിൽ അവർക്ക് വിവേചനമില്ലാതെ ചിലപ്പം വരുന്നുണ്ട്. അതിന് അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? നമുക്ക് തന്നെ അത് വന്നിരുന്നെങ്കിലോ? ഇതിനകത്ത് ഒരു മനുഷ്യത്വരഹിതമായ സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നാണോ, അതല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നാണോ, അതല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടാകുന്നത്? എല്ലാവരും കൂടെ ചേർന്നതാണത്. പോലീസിന്റെ ഭാഗം മാത്രമല്ലല്ലോ, കോടതി കേസ് ചെയ്യുന്നില്ലേ? പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലിന് ഇത് മനസ്സിലാകില്ല. എന്തുമാത്രം കേസുകളാണ് ഈ ഇന്നസെൻ്റായ ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് കൊലക്കേസ് മാത്രമല്ല, അറിവിൻ്റെ പ്രയോജനം മുതലെടുക്കാൻ സാധിക്കാതെ പോകുന്ന കേസുകളാവില്ല. ഇത് നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലും വരുന്നതല്ലേ ഈ പ്രശ്നം. അവരുടെ പരിചയക്കുറവ് കൊണ്ടോ അറിവ് കുറവ് കൊണ്ടോ എത്ര കേസുകളാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാതെ പോകുന്നത്. ഓരോ അവയവത്തിനുള്ള രോഗം പോലെ തന്നെ ബ്രെയിനിനുള്ള ഒരു രോഗമല്ലേ ഇത്. ഇപ്പോൾ ഈ മെഡിക്കൽ സയൻസ് സാറ് പറയുന്ന പോലെ തന്നെ അത്യാധുനികമായ കാലത്തും സോഷ്യൽ സ്റ്റിഗ്മ കൂടി വന്നു എന്നുള്ളതാണ്. ഈ ആളുകൾക്കൊക്കെ തന്നെ വിഭ്രാന്തി ഉണ്ട് എന്ന് തുടക്കത്തിലെ കണ്ടുപിടിച്ചെങ്കിൽ പോലും അത് പുറത്താരും അറിയിക്കാതിരിക്കാനും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് പോലുള്ളവരിലേക്ക് തിരിഞ്ഞു പോയി. അതൊക്കെ അറിവ് കുറവ് കൊണ്ടാണ്. അത് ചികിത്സിച്ചാൽ മാറാവുന്ന വിവരം അറിയാവുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. അറിവിൻ്റെ പരിധി വളരെ വളരെ കൂടിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയാൻ പാടില്ലാത്തവരാണ് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലെ ഭൂരിപക്ഷവും. ഇപ്പോൾ നിലവിൽ എന്താ വെച്ചാൽ എല്ലാ സ്ത്രീകളും പൊതുവിൽ നിലവിൽ ട്രയൽ തുടങ്ങാത്ത, അതായത് 12 വർഷമായിട്ട് ട്രയൽ തുടങ്ങാത്ത കേസുകളുണ്ട്. ഇത് നിർത്തി കഴിയുമ്പോൾ എന്നോട് ഒരു കാര്യം ചോദിക്കണം, ഞാൻ പറയാം. ഇതിനകത്തൂടെ പറയില്ല, ഇത് കഴിയട്ടെ, നിർത്തി കഴിയുമ്പോൾ ഒരു കാര്യം പറയാം. ട്രയൽ തുടങ്ങാത്ത കേസുകളുണ്ട് 12 വർഷമായിട്ട്. ട്രയൽ തുടങ്ങിക്കഴിഞ്ഞ സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ഇവർ ഭയക്കുന്ന വെച്ചാൽ ഇവർ ജയിലിൽ പോകുന്നില്ല. മുൻ വിധികളെല്ലാം ഇവർ പരിശോധിച്ചിരിക്കുന്ന മുൻ കേസുകളിലെല്ലാം വെറുതെ വിട്ട കേസുകൾ വളരെ അപൂർവമാണ്. എല്ലാവരെയും ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ശിക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഇവരെല്ലാം തന്നെ വളരെ സാധാരണക്കാരായ സ്ത്രീകളായിരിക്കും. ഇത്തരം നിയമങ്ങളെ കുറിച്ചൊന്നും ഒരു അറിവില്ല. എന്നാൽ അവർക്ക് വേണ്ടി ഹാജരാകുന്നവർക്കും അതിനുള്ള പ്രതിവിധി എന്താണെന്നുള്ളത് നിങ്ങളെപ്പോലുള്ളവരാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത്രയെല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനമായി അതിനകത്ത് ഉള്ളത് പ്രോസിക്യൂട്ടർക്കും പ്രതിഭാഗത്ത് ഹാജരാകുന്ന വക്കീലിനും അതൊരു വലിയ കാര്യമുണ്ട്. ജഡ്ജിയുടെ റോൾ കുറവാണ്. മാനസിക വിഭ്രാന്തിയിലായിരുന്നുവെന്ന ഇളവ് ലഭിക്കേണ്ട കേസുകളാണ് പെരിനാറ്റൽ സൈക്കോസിസ് കുറ്റകൃത്യങ്ങളെന്ന് ജസ്റ്റിസ് KT തോമസ് ഉറപ്പിച്ചു പറയുന്നു. ആ പരിരക്ഷ പക്ഷേ നമ്മുടെ അമ്മമാർക്ക് നഷ്ടമായതിന്റെ കാരണക്കാർ ആരാണെന്നും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇതൊന്നും പക്ഷേ നമ്മുടെ ഭരണാധികാരികൾക്കോ നീതിന്യായ സംവിധാനത്തിനോ പോലീസിനോ തിരിച്ചറിയാനാകാത്ത ദുരവസ്ഥയാണ് നിലനിൽക്കുന്നത്. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ S. ശ്രീകുമാറിനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.